ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഫിൽറ്ററുകളെ കുറിച്ച് പഠിക്കാം. പ്രത്യേക വിഷ്വൽ എഫക്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് ആണത്. അതിനുവേണ്ടി പ്രത്യേകം ഒരു മെനു തന്നെ ഇവിടെയുണ്ട്. ഫിൽറ്റർ, ഇതിനകത്ത് ബ്ലറും അതിനോട് ബന്ധപ്പെട്ട ബ്ലർ ഗാലറി എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. മറ്റു പ്രധാനപ്പെട്ട 1-2 ഫിൽറ്റർ കൂടി നമുക്ക് നോക്കാം. ഞാനിവിടെ ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് ഒരു ഫിൽറ്റർ അപ്ലൈ ആണ്. ഫിൽറ്റർ, ഇവിടെ നമുക്ക് ഫിൽറ്റർ ഗാലറിയിൽ നിന്നും ഫിൽറ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫിൽറ്റർ ഗാലറി ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് വരുന്ന കളേർഡ് പെൻസിൽ, കട്ടൗട്ട്, ഡ്രൈ ബ്രഷ്, ഇങ്ങനെ ഒട്ടനേകം ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാണ്. ഞാനിവിടെ ഡിസ്റ്റോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ ഡിഫ്യൂസ് ഗ്ലോ എന്നൊരു ഫിൽറ്ററാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കിടക്കുന്ന വാല്യൂ അനുസരിച്ച് ഇതിൻ്റെ ഗ്ലോ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ ബാറിൽ ഇതിൻ്റെ ഗ്രെയിൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ എമൗണ്ട് കൂട്ടുവാനും കുറയ്ക്കാനും സാധിക്കും. ഇവിടെ ക്ലിയർ എമൗണ്ട്, ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഈ സെലക്ഷൻ ഇപ്പുറത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ സെലക്ഷൻ ടൂളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സെലക്ഷൻ മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു ഫിൽറ്ററിനെ പരിചയപ്പെടാം. ഫിൽറ്റർ ഞാൻ ഗാലറിയിൽ തന്നെ വരുന്നുണ്ട്. ആർട്ടിസ്റ്റിക്, ഇവിടെ ഫ്രെസ്കോ, അതുപോലെ നിയോൺ ഗ്ലോ, പ്ലാസ്റ്റിക് വാർപ്പ്, ഏകദേശം പ്ലാസ്റ്റിക് എഫക്റ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. പോസ്റ്റർ എഡ്ജസ്, ഇങ്ങനെ ഒട്ടനവധി ഫിൽറ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ഓപ്ഷൻസിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ ലഭിക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ ബ്രഷ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ സ്മൂത്ത്നെസ്, ഏത് ഫിൽറ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച ഓപ്ഷൻസാണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ പെയിൻറ്റ് ഡാപ്സ്, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഡിസ്റ്റോർട്ടിൽ തന്നെ ഗ്ലാസ് എന്ന് പറയുന്ന എഫക്റ്റ് ഉണ്ട്. ഓഷൻ റിപ്പിൾ, കാർക്കുലിയർ, ഗ്രെയിൻസ്, മൊസൈക് ടൈൽസ്, സ്റ്റെയിൻഡ് ഗ്ലാസ് എന്നിങ്ങനെയുള്ള എഫക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഫിൽറ്റർ ഗാലറി അല്ലാതെ നമുക്ക് ഇവിടെ നിന്നും ഫിൽറ്റേഴ്സ് എടുക്കാവുന്നതാണ്. ഇവിടെ ഡിസ്റ്റോർട്ട്, ഞാനിവിടെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. സിക്സ് ആഗ്, ഒരു പോണ്ട് റിപ്പിൾ പോലെ നമുക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ റിഡ്ജസ്, അതുപോലെ ഇതിൻ്റെ പ്രിവ്യൂ സൈസ് നമുക്കിവിടെ ചെറുതാക്കിയും അതുപോലെ വലുതാക്കിയെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിങ്ങനെ പേജ് പാൻ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഈ എമൗണ്ട് അടിച്ചു കൊടുത്താലും അവ നിശ്ചിത പെർസെൻറ്റിൽ നമുക്ക് അതിൻ്റെ പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്റ്റൈല്, നമുക്ക് പോണ്ട് റിപ്പിൾ ഉണ്ട്, റൗണ്ട്, സെൻറ്റർ, ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. കൂടാതെ ഔട്ട് ഫ്രം സെൻറ്റർ, ഞാനിവിടെ ഇത് ഓക്കെ കൊടുക്കുന്നു. ഇനി ഈ സെലക്ഷൻ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇവിടെ ഞാൻ മറ്റൊരു ഫിൽറ്റർ അപ്ലൈ ആണ്. ഫിൽറ്റർ ഗാലറി, ഇവിടെ നമുക്ക് ബ്രഷ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഫിൽറ്ററിൽ ക്രോസ് ഹാച്ച്, ഇത് ആക്റ്റീവ് ആണ്. ഇവിടെ എൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്, അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഷാർപ്പ്നെസ് ഏറ്റക്കുറച്ചിലുകൾ വരുത്താൻ സാധിക്കും. ഇതിൻ്റെ സ്ട്രെങ്ത് ഇങ്ങനെ ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഓക്കെ കൊടുക്കുന്നു. ഇതിൻ്റെ ഡെപ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന മെനുവിൽ വന്നുകൊണ്ട് ഫെയ്ഡ് ഫിൽറ്റർ ഗാലറി, നമ്മൾ ലാസ്റ്റ് അപ്ലൈ ചെയ്ത ഫിൽറ്ററോ അല്ലെങ്കിൽ എഫക്റ്റുകളോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ മോഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മോഡിലേക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മൾട്ടിപ്ലൈ എന്ന് പറയുന്ന ഒരു മോഡ് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പാസിറ്റി ഞാനൊരു 50 പരിമിതപ്പെടുത്തുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ സെലക്ഷൻ ഇവിടേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഞാനിവിടെ ഒരു കളർ ബാലൻസ് അപ്ലൈ ആണ്. ഇവിടെ ഒരു സിയാൻ, ഇങ്ങനെ നമുക്ക് കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കളർ ബാലൻസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ കുറിച്ചും പഠിച്ചു. ഇവിടെ നമുക്ക് ഇത് ഡയറക്റ്റ് ആ ലെയറിലേക്കാണ് അപ്ലൈ ആവുന്നത്. ഓക്കെ, ഇനി ഞാനിത് ഡീസെലക്ട് ചെയ്യാണ്. ഇനി നമുക്കിവിടെ ഈ പപ്പായ നാച്ചുറൽ ഗ്രീൻ ടോണിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്കിത് സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ സൂം ചെയ്യാണ്. കൺട്രോൾ സ്പേസ് ബാർ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂം ടൂൾ ലഭിക്കുന്നതാണ്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, നമുക്ക് ഏറ്റവും ഉചിതമായ സെലക്ഷൻ ടൂളുകൾ എടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പെൻ ടൂൾ എടുത്താണ് സെലക്ട് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്യുക, അതുപോലെ അതിൻ്റെ പാത്ത് ഓപ്ഷനിൽ നിൽക്കുക.
ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സെലക്ഷൻ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. ഈ 2 പപ്പായകളാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്കിവിടെ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ കിട്ടുന്നതാണ്. ഞാനിവിടെ കൺട്രോൾ 0 അടിച്ച് ഫിറ്റ് ഇൻ വിൻഡോയിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാച്ചുറേഷൻ അതല്ലെങ്കിൽ കൺട്രോൾ യു കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അതുപോലെ സാച്ചുറേഷൻ ഈ രീതിയിലേക്ക് ലൈറ്റായിട്ടായിരിക്കും കളറ് കയറി വരുന്നത്. നമുക്കിവിടെ കളറൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ കളർ സെലക്റ്റഡ് ഇമേജിലേക്ക് കയറി വരുന്നതാണ്. നമുക്കൊരു ഡാർക്ക് ഗ്രീൻ ടോൺ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ലൈറ്റ്നെസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒരു പപ്പായ അവിടെ പച്ച കളറുള്ളൊരു പപ്പായ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഡീസെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് ഇതൊരെണ്ണം ഒരു ചെനച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സൂം ചെയ്യുന്നു. ഈ ഒരു പപ്പായ മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ എൻ്റർ. വീണ്ടും ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹ്യൂ സാച്ചുറേഷൻ അല്ലെങ്കിൽ കൺട്രോൾ യു. കളറൈസ് ഓൺ ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് യെല്ലോയിഷ് ഗ്രീനിലേക്ക് വരുത്തുക. ഓക്കെ, ഇനി കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി നമുക്ക് അല്പം റെഡിഷ് ഷെയ്ഡ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി ഞാൻ പുതിയ ലെയർ ഉണ്ടാക്കുകയാണ്. നമുക്ക് ബ്രഷ് ടൂൾ എടുത്തുകൊണ്ട് ഇവിടെ അതിൻ്റെ കളറ് റെഡ് കളറ് പിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബ്രഷ് സോഫ്റ്റ് ബ്രഷ് എടുക്കുക. എൻ്റർ. ബ്രഷിൻ്റെ വലിപ്പം ചെറുതാക്കുക. ഇനി ഞാനിവിടെ പെയിൻറ് ചെയ്യാണ്. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറച്ചിട്ട് വീണ്ടും ഈ എഡ്ജിലേക്ക് പെയിൻറ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി ലെയർ ഒപ്പാസിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഫിൽറ്ററിൽ അല്പം ബ്ലർ ചെയ്യുക, ഗോഷൻ ബ്ലർ. ഇതിൻ്റെ റേഡിയസ് അല്പം കുറയ്ക്കുക. ഓക്കെ, അല്പം കൂടി ഒപ്പോസിറ്റി കൺട്രോൾ മൈനസ്. ഇപ്പോൾ ഏകദേശം ഒരു ചെനച്ച രീതിയിൽ വന്നിട്ടുണ്ട്. കൺട്രോൾ ഡി. ഇനി വീണ്ടും പെൻ ടൂൾ എടുത്ത് ഈ ഒരു പപ്പായ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ടൂൾ എടുക്കുന്നു. ഒരു തികച്ചും മറ്റൊരു രീതിയിലുള്ള ഒരു എഫക്റ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെലക്ട് ചെയ്യാം. കൺട്രോൾ എൻ്റർ. ഞാനിവിടെ ഇതിന് ഇപ്പോൾ ലഭ്യമായ കളർ ഞാനിവിടെ നിന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യാണ്. ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡീസാച്ചുറേറ്റ്. ഇതുവരും പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലെയർ 1-ലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിന്ന് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡീസാച്ചുറേറ്റ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള ആ ഒരു കളർ ടോൺ പോയിട്ട് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഗ്രേഡിയൻ്റ് ടൂൾ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് ഫോർഗ്രൗണ്ട് ടു ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോർഗ്രൗണ്ട് കളറിൽ ബ്രൈറ്റ് റെഡ് ആക്റ്റീവ് ആക്കുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ആക്റ്റീവ് ആക്കുക. റെഡിൽ നിന്നും യെല്ലോ ഷെയ്ഡിലേക്കാണ് ഇത് ബ്ലെൻഡ് ആവാൻ പോകുന്നത്. ഞാനിവിടെ എൻ്റെ റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന ഓപ്ഷനാണ് ആക്റ്റീവ് ആക്കുന്നത്. പുതിയൊരു ലെയർ ഉണ്ടാക്കുക. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതിലൊരു ഗ്രേഡിയൻ്റ് നമ്മുടെ ഇമേജിലേക്ക് വരുന്നതാണ്. ഞാനിവിടെ എൻ്റെ മോഡ് മാറ്റിയിടുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓവർലേ മോഡ് കൊടുക്കാവുന്നതാണ്. അതുപോലെ അതിൻ്റെ ഒപ്പാസിറ്റിയിൽ ഞാൻ അല്പം ചേഞ്ച് വരുത്തുകയാണ്. ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് കൂടുതലും കുറച്ചുകൂടി പാകമായ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ഡിസെലക്ട് ചെയ്യുന്നു.
ഇങ്ങനെ ആർട്ടിഫിഷ്യലായി തന്നെ നമുക്ക് പല രീതിയിലുള്ള എഫക്റ്റുകൾ കൊടുത്ത് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളും ഇത് ശ്രമിച്ചു നോക്കുക. അതുപോലെ നമുക്ക് ഇമേജിലേക്ക് നോയ്സ് ഫിൽറ്ററുകൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിൽറ്റർ, ഇവിടെ നമ്മൾ നോയ്സ്, ആഡ് നോയ്സ് ഇവിടെ കൊടുക്കുമ്പോൾ ഈ എമൗണ്ടിനനുസരിച്ച് നമ്മുടെ ഇമേജിലേക്ക് നോയ്സ് അപ്ലൈ ആവുന്നതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ ഗോഷ്യനിലാണ് കിടക്കുന്നത്. നമ്മൾ യൂണിഫോം കൊടുക്കുകയാണെങ്കിൽ ഒരേപോലെയുള്ള നോയ്സ് ആയിരിക്കും അതിലേക്ക് അപ്ലൈ ആവുന്നത്. അതുപോലെ മോണോക്രോമാറ്റിക് എന്ന ഓപ്ഷൻ നമുക്ക് ആക്റ്റീവ് ആക്കി വയ്ക്കാനും ഇനാക്റ്റീവ് ആക്കി വയ്ക്കാനും സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ അൺഡു ചെയ്യുക, കൺട്രോൾ ആൾട്ട് സെറ്റ്. ഇനി നമുക്ക് കാർവ് ചെയ്തിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. ഫിൽട്ടർ, ഇവിടെ നമ്മൾ സ്റ്റൈലിഷ് എന്ന് പറയുന്ന ഫിൽറ്ററിൽ വന്നതിന് ശേഷം എംബോസ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ ഇങ്ങനെ എംബോസ് ചെയ്തിരിക്കുന്ന രീതിയിൽ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ആംഗിൾ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലൈറ്റിൻ്റെ ഡയറക്ഷൻ എല്ലാം മാറി വരുന്നതാണ്. അതുപോലെ അതിൻ്റെ എമൗണ്ട് 100% ആണ് കിടക്കുന്നത്. നമുക്കിങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ മനോഹരമായ രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ രസകരമായ അനേകം ഫിൽറ്ററുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി ഫിൽറ്റേഴ്സ് നമുക്ക് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ CDൽസിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ ആൾട്ട് സെറ്റ്. ഇനി ഫിൽറ്റർ വിൻഡോയിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ലിക്വിഫൈ. നമുക്ക് ഇമേജുകൾ കുറേ കൂടി ഹ്യൂമറസ് ആയിട്ട് സെറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാരിക്കേച്ചർ മോഡലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. കൂടാതെ മോഡലിങ്ങിനൊക്കെ വേണ്ടി നമുക്ക് സ്കിൻ എല്ലാം റെഡ്യൂസ് ചെയ്ത് ഒരു ലീൻ സ്റ്റൈലിൽ നമുക്ക് ബോഡി ഷേപ്പ് ചെയ്യാനെല്ലാം ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ ഒരു കാരിക്കേച്ചർ സെറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഞാനിവിടെ ഫിൽറ്റർ എടുക്കുന്നു, ലിക്വിഫൈ. ഇത് മറ്റൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ലിക്വിഫൈ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ടൂളുകൾ ലഭ്യമാണ്. ഇവിടെ ഫോർവേഡ് വാർപ്പ് ടൂൾ, ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബ്രഷ് സൈസ് ഇവിടെ ഉണ്ട്. ബ്രഷ് സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ കീബോർഡിൽ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രഷ് സൈസ് വലുതായി കിട്ടുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഭാഗത്തുള്ള പിക്സലുകൾ റീജനറേറ്റ് ചെയ്യപ്പെടുന്നതാണ്. മേലെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷ് സൈസ് വലുപ്പം കൂട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെവിയുടെ പോർഷൻസ് ഞാൻ ഇതുപോലെ അതുപോലെ ഇവിടെ ഇതിൻ്റെ ഫേസിൻ്റെ ആ ഒരു അപ്പിയറൻസിന് നമുക്ക് ഇതുപോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അതുപോലെ മറ്റൊരു ടൂളാണ് പക്കർ ടൂൾ. ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇതിൻ്റെ സറൗണ്ടിങ്സിലുള്ള പിക്സലുകളെല്ലാം റെഡ്യൂസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്ത് വരുന്നതാണ്. ഷ്രിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനത് അൺഡു ചെയ്യുന്നു. അതുപോലെ നമ്മൾ പക്കർ ടൂളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ബ്ലോട്ട് ടൂൾ കിട്ടുന്നതാണ്. ആൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ബ്ലോട്ട് ചെയ്ത് വരുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഈ ടൂൾ എടുത്തതിന് ശേഷം ചെയ്താലും മതിയാവും. നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം റീഷേപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ കീബോർഡിൽ നമ്മൾ ആൾട്ട് ഹോൾഡ് ചെയ്ത് വിളിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഈ ക്യാൻസൽ എന്നുള്ളത് റീസെറ്റ് ആയി മാറുന്നതാണ്. ഇവിടെ നമുക്ക് അഡ്വാൻസ്ഡ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ്ഡ് മോഡ് ഓപ്ഷൻ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ടൂളുകളും ഇവിടെ ലഭ്യമാവുന്നതാണ്. നമ്മൾ ഈ ടൂൾ എടുക്കുകയാണെങ്കിൽ റീകൺസ്ട്രക്ട് ടൂളാണത്. മാറ്റം വരുത്തിയ സംഗതിയെല്ലാം നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് വരുത്താൻ സാധിക്കുന്നതാണ്. നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടിരുന്നത് അതേപോലെ നമുക്ക് റീകൺസ്ട്രക്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. അൺഡു ചെയ്യുന്നു. ഇവിടെ മറ്റൊരു ടൂൾ ഉണ്ട്, പേൾ ക്ലോക്ക് വൈസ്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
പിക്സലുകൾ ഇങ്ങനെ ഒരു ക്ലോക്ക് വൈസിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ്. അൺഡു ചെയ്യുക. അതുപോലെ നമ്മൾ ആൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിലേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അൺഡു. അതുപോലെ നമ്മൾ ബ്ലോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയ ഫ്രീസ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഫ്രീസ് മാസ്ക് ടൂൾ. ഇതെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഏരിയ നമ്മളിങ്ങനെ മാസ്ക് ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ ബ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഏരിയ പിക്സലുകൾ ലോക്ക്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ മാറ്റം വരുത്തിയിരിക്കുന്ന ഇമേജിന്റെ ഷേപ്പുകൾ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എമൗണ്ട് 100% ഇരിക്കുന്നത് നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാതിരി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുത്താൽ ഇത് അപ്ലൈ ആവുന്നതാണ്. ഓക്കെ. അതുപോലെ നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന മാസ്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് റിമൂവ് ആയി പോകുന്നതാണ്. അൺഡു. അതുപോലെ നമുക്ക് മാസ്ക് ഓൾ മൊത്തത്തിൽ ഇത് മാസ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മാസ്ക് ആവുന്നതാണ്. അൺഡു. അതുപോലെ ഇൻവെർട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മാസ്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള പോർഷൻസ് മാത്രമായിരിക്കും ഇവിടേക്ക് മാസ്ക് ആവുന്നത്. ഇനി നമ്മളിവിടെ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നത്. അൺഡു ചെയ്യുന്നു. ഇവിടെ നൺ കൊടുക്കുന്നു. അതുപോലെ മാസ്കിന്റെ കളർ ഇപ്പോൾ റെഡ് ആണ് കിടക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പല കളറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മജന്ത. ഇനി നമ്മൾ മാസ്ക് കൊടുക്കുമ്പോൾ ആ ഒരു കളറിലായിരിക്കും മാസ്ക് ഇവിടെ ലഭിക്കുന്നത്. അൺഡു ചെയ്യുന്നു. ആൾട്ട് കൺട്രോൾ സെറ്റ്. ഇനി ഇവിടെ ഓക്കെ കൊടുത്താൽ ഇത് നമ്മുടെ ഫയലിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി ലിക്വിഫൈ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സ്റ്റൗട്ട് ആയിട്ടുള്ള ഐഡിയെ എങ്ങനെ നമുക്കൊരു ലീനാക്കി ഒരു മോഡലിംഗ് സ്റ്റൈലിലേക്ക് മാറ്റാൻ സാധിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഇമേജ് ആക്റ്റീവ് ആക്കുകയാണ്. നമുക്കിവിടെ ഈ ഇമേജിനെ അല്പം തടി കുറച്ച് ക്ഷീണിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെ നോക്കാം. ഫിൽട്ടർ, ലിക്വിഫൈ. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സൂം ടൂൾ അവൈലബിൾ ആണ്. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഫോർവേഡ് റാപ്പ് ഒക്കെ എടുത്ത് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക. കയ്യിൻ്റെ ഈ പോർഷൻസ് എല്ലാം ഇതുപോലെ നമുക്ക് ഇവിടെ വണ്ണം കുറച്ചെടുക്കാവുന്നതാണ്. ഈ ഫ്രീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ബ്രഷിന്റെ വലിപ്പം ചെറുതാക്കുക. ഫോർവേഡ് റാപ്പ് എടുത്ത് നമുക്ക് റേസർ എടുത്ത് നമുക്ക് ഇവിടെ റേസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നൺ കൊടുത്താലും മതി. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്.
നമുക്ക് ഇനി നമ്മൾ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ ഇതുപോലെ തിന്നായി വരുന്നതാണ്. നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കി മനസ്സിലാക്കാം. ഞാൻ ഇവിടെ ഇത് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഫയലുകളിൽ നിന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിതുപോലെ ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ട് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. ഞാനൊരു ഇൻഡോർ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് ഒരു സീനറി ബാക്ക്ഗ്രൗണ്ടുള്ള ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ എളുപ്പം ചെയ്യാമെന്ന് നോക്കാം. ഇത് നമുക്കൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ആണ്. എസ്പെഷ്യലി ഇതൊരു വൈറ്റ് കളർ ആയതിൻ്റെ പേരിൽ നമുക്ക് ഇവിടെ മാജിക് ഇറേസർ ടൂൾ എടുത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ടൂൾ ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ വൈറ്റ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ റിമൂവ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഈ കൈയിൻ്റെ ഇടയിലും ഇവിടെയും നമുക്ക് സൂം ചെയ്യുക. അതുപോലെ ഇവിടെയും നമുക്ക് സൂം ചെയ്ത് ഇറേസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇറേസ് ചെയ്യുക. Ctrl+0. നമുക്ക് ഈ ഇമേജ് ഒരു സീനറിയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സീനറിയിലേക്ക് നമുക്ക് മാറ്റേണ്ടത് ആവശ്യമാണ്. ഞാൻ പടം ആക്റ്റീവ് ആക്കിയതിന് ശേഷം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ പടം ആക്റ്റീവ് ആയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു പൊസിഷൻ ഇവിടെ വെച്ച് കൊടുക്കുന്നു. നമുക്കത് Ctrl+T അടിച്ചുകൊണ്ട് അല്പം ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യമാണ്. ഞാനിവിടെ ട്രാൻസ്ഫോം കൊടുത്തു. ഓക്കെ. ഇനി ഇതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് നമുക്കൊന്ന് സോഫ്റ്റൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ലെയറിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളും സെലക്ട് ആവുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിൻ്റെ ഒരു പിക്സൽ ഇതിൻ്റെ സെലക്ഷൻ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് സെലക്ട് എന്ന മെനുവിൽ ചെന്നതിന് ശേഷം മോഡിഫൈ എന്ന ഓപ്ഷനിൽ വരിക. ഇവിടെ കോൺട്രാക്ട് സെലക്ഷൻ, മൊത്തത്തിലുള്ള സെലക്ഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണത്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എത്ര പിക്സൽസ് ആണ് നമുക്ക് കോൺട്രാക്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ ചോദിക്കും. ഞാനിവിടെ ഒരു പിക്സലാണ് ഇപ്പോൾ കോൺട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് Ctrl+Z ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ ഔട്ട് സൈഡിൽ നിന്നും ഇതിപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ Ctrl+Z ചെയ്യുമ്പോൾ നമുക്ക് അൺഡു ചെയ്യുമ്പോൾ അത് മനസ്സിലാവുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കുമല്ലോ. ഓക്കെ. Ctrl+0. നമുക്ക് ഈ സെലക്ഷൻ ഇൻവേഴ്സ് ചെയ്യണം. ഇതല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഇമേജിനായിരിക്കും മാറ്റം വരുന്നത്. ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അകത്തെ പോർഷൻ ആയിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത്. അൺഡു. എനിക്കിതിൻ്റെ പുറത്തേക്കാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ഷൻ ഇൻവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിനായി സെലക്ട് എന്ന മെനുവിൽ തന്നെ ചെന്നുകൊണ്ട് ഇൻവേഴ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ Shift+Ctrl+I കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇപ്പോൾ സെലക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറിയിരിക്കുന്നതായി കാണാം. ഇനി നമുക്ക് ഞാനിവിടെ ഫിൽട്ടർ, ബ്ലർ, ഗോഷ്യൻ ബ്ലർ കൊടുക്കുകയാണ്. നമുക്ക് ചെറിയൊരു റേഡിയസ്, അധികം റേഡിയസ് കൊടുക്കണ്ട, നമുക്കൊരു 0.5 റേഡിയസിലേക്ക് ഞാൻ അതിൻ്റെ ഗോഷ്യൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് പ്രിവ്യൂ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഒരു ചെറിയൊരു ബ്ലറിങ് വന്നിട്ടുണ്ട്. ഓക്കെ. ഡിസെലക്ട് ചെയ്യുക. Ctrl+D, Ctrl-. ഇനി നമുക്ക് ഇതിനൊരു ഷാഡോ, ഇവിടെ തെങ്ങിനൊക്കെ ഒരു ഷാഡോ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഈ ആളുകൾക്കും ഈ ഷാഡോ
കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഞാനിത് എങ്ങനെ കൊടുക്കുമെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. Ctrl+J. അതിനുശേഷം വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്ത് കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെലക്ഷൻ വരുന്നതാണ്. നമുക്കതിനകത്തേക്ക് ഒരു ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് ആക്റ്റീവ് ആക്കുന്നു. Alt+Delete. ഇപ്പോൾ ഈ സെലക്റ്റഡ് ഏരിയയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത അതേ മാതൃകയിൽ തന്നെ കളർ ഫില്ലായിരിക്കുകയാണ്. ഡീസെലക്ട് ചെയ്യുക, Ctrl+D. അതിനുശേഷം നമുക്ക് Ctrl+T അടിച്ചുകൊണ്ട് നമ്മൾ കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഈ കോർണറിൽ പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് സ്ക്യൂ ആക്റ്റീവായി കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ എഡിറ്റ് എന്ന മെനുവിൽ ചെന്നുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോം എന്ന ഓപ്ഷനിൽ വന്ന് സ്ക്യൂ എടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്ക്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഷാഡോ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഷാഡോ കൊടുത്തിരിക്കുന്നത് ഈ ലെയറിൻ്റെ മുകളിലായിട്ടാണ് കിടക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് വലിച്ചിടാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറയ്ക്കുക. ഇവിടെ നമുക്ക് ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ കഴിയുന്നതാണ്. കുറച്ചിടുക. വേണമെങ്കിൽ നമുക്കൊരു മോഷൻ ബ്ലർ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഷാഡോ ഇങ്ങനെ ബ്ലേഡായി നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി കിട്ടുന്നതാണ്. ഫിൽട്ടർ, ബ്ലർ, മോഷൻ ബ്ലർ. അതിൻ്റെ ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒരു 16 പിക്സലിലേക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇറേസർ എടുത്തുകൊണ്ട് ഇറേസർ ടൂൾ ഇവിടെ അതിൻ്റെ ഒപ്പാസിറ്റി അല്പം കുറയ്ക്കുക. ബ്രഷ് സൈസ് കൂട്ടുക. ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് മറ്റൊരു ഇമേജ് കൂടി ഞാൻ കൊണ്ടുവരികയാണ്. ഇവിടെ റോക്കിൻ്റെ ഫയലുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. മാജിക് ഇറേസർ എടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പോകുന്നതാണ്. മൂട്ട് കൊടുക്കുക. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഇവിടെ പടം ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഇവിടെ റിലീസ് ചെയ്യുക. അല്പം ചെറുതാക്കുക. Ctrl+T. ഷിഫ്റ്റും ഓൾട്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് ചെറുതാക്കുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇത് നമുക്ക് വെച്ചതിന് ശേഷം ഓക്കെ. നമുക്ക് ഇതിൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന ഇതിൻ്റെ ലീഫ് അല്ലെങ്കിൽ ഇലകൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൽക്കാലം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ഇനി നമ്മളിവിടെ സൂം ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് ലീഫ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ടൂൾ എടുത്ത് റഫായിട്ട് ഇതിനെ സെലക്ട് ചെയ്യുക. ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിനെ മറ്റൊരു ലെയറാക്കി മാറ്റാം. ഈ സെലക്ടഡ് പോർഷൻസിനെ മറ്റൊരു ലെയർ ആക്കുന്നതിന് വേണ്ടി കീബോർഡിൽ Ctrl+J പ്രസ് ചെയ്യുക. Ctrl+0. ഇനി നമ്മുടെ റോക്കിൻ്റെ ഇമേജ് ആ ലെയറോടെ ഓൺ ചെയ്യുക. നമുക്കത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. മൂട്ട് കൊടുത്ത് ഇതല്പം ചെയ്യുക. നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്ന ലെയറിൻ്റെ എഡ്ജിൽ ഇവിടെ കുറച്ച് റിമൂവ് ചെയ്ത് കളയാനുണ്ട്. പിക്സൽസ് കുറച്ച് വേറെ കളറിൽ നിൽക്കുന്നുണ്ട്. അതൊരു ഒറിജിനാലിറ്റി ലഭിക്കുന്നതല്ല. നമുക്കത് അല്പം കൂടി ഒറിജിനാലിറ്റി കൊണ്ടുവരാനായിട്ട് ഒരു മാജിക് ഇറേസർ എടുത്ത് കൊടുക്കുക. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ലെയറിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ എക്സ്പാൻഷൻ കുറച്ച് കുറയ്ക്കുക. സെലക്ട്, മോഡിഫൈ, കോൺട്രാക്റ്റ്. ഓക്കെ. ഇനി നമുക്ക് ഷിഫ്റ്റ് Ctrl+I അടിച്ചാൽ ഇൻവേഴ്സ് ആവുന്നതാണ്. അതിനുശേഷം ഫിൽട്ടർ, ബ്ലർ, ഗോഷൻ ബ്ലർ കൊടുക്കുക. സ്ലൈറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. Ctrl+D. ഇനി നമുക്ക് ഏകദേശം ആ ഒരു പാറ അവിടെ തന്നെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമുക്ക് മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക്
ഇൻഡോർ ഷൂട്ട് ചെയ്തിരിക്കുന്ന പടങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മുടെ ഫോട്ടോസ് നമുക്കിതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വളരെ കളർഫുള്ളാക്കാൻ സാധിക്കുന്നതാണ്.